ബാസ്ക്കറ്റ് ഷവർമ. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റസിയാസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഷവർമയാണ്. ബാസ്ക്കറ്റ് ഷവർമ. ഒരു ബാസ്ക്കറ്റിൽ തയ്യാറാക്കിയെടുക്കുന്ന ഷവർമ. നമ്മൾ മാവ് കുഴച്ച് ബാസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കുന്നു. അതിലേക്ക് ഷവർമ മിക്സ് ചേർക്കുന്നു. അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം 2 കപ്പ് മൈദ വേണം മാവ് കുഴക്കാൻ. 2 കപ്പ് മൈദ, പിന്നെ 1/2 കപ്പ് ആട്ട, ഗോതമ്പ് പൊടി. 2 കപ്പ് മൈദയും 1/2 കപ്പ് ആട്ടയും. 1/2 കപ്പ് ആട്ട ചേർക്കുന്നു. 2 കപ്പ് മൈദേൻ്റെ കൂടെ 1/2 കപ്പ് ആട്ട. പിന്നെ ഡാൽഡയാണിത്. ഡാൽഡ ഞാൻ മെൽറ്റ് ചെയ്തെടുത്തതാണ്. ഒരു 2 ടീസ്പൂൺ ഡാൽഡ. ഒരാവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് നന്നായി കുഴച്ചെടുക്കണം. സാധാരണ നമ്മൾ ചപ്പാത്തിക്കെല്ലാം മാവ് കുഴക്കുന്ന പോലെ മാവ് തന്നെ. നന്നായി കുഴച്ചെടുത്ത് ഇത് നമുക്ക് ഉരുളകളാക്കി പരത്തി ഒരു സ്റ്റീൽ ഗ്ലാസ്സിന് മേലെ ഒട്ടിച്ച് ബാസ്ക്കറ്റ് പോലെ ആക്കി പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മാവ് കുഴച്ച് മാറ്റി വെക്കണം. ഇനി ഇതിനകത്ത് ഫില്ലിങ് നമുക്ക് തയ്യാറാക്കാം. അതായത് ഷവർമ ഫില്ലിങ്. അതിനുവേണ്ടി ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറിയ പീസാക്കി മുറിച്ച് അതിൽ 2 സ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂണ് ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ വെളുത്തുള്ളി അരച്ച് ചേർത്താലും മതി. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് സമയം മാറ്റി വെക്കുക. ഇനി നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കണം. എന്നിട്ട് റൗണ്ടാക്കി മുറിച്ചിട്ട് വേണം നമുക്ക് ബാസ്ക്കറ്റ് ഉണ്ടാക്കാൻ. ഞാനൊരു സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് നമുക്ക് ഓയിൽ പുരട്ടണം. ഓയിൽ നന്നായി പുരട്ടിയിട്ട് നമ്മൾ പരത്തി വെച്ച ചപ്പാത്തി ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ച് ബാസ്ക്കറ്റ് പോലെ ഒട്ടിച്ചെടുക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഗ്ലാസ്സിലേക്ക് നമുക്ക് കൈ കൊണ്ടൊന്ന് ഒട്ടിച്ച് വെക്കണം. കണ്ടില്ലേ? ഇത് നമുക്ക് എണ്ണയിൽ പൊരിച്ചെടുക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഗ്ലാസ് താഴ്ത്തി വെച്ച് സാവധാനം ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ചൂടുള്ള എണ്ണ ഗ്ലാസ്സിലേക്ക് തട്ടി കൊടുക്കണം. അപ്പോൾ ആ ബാസ്ക്കറ്റ് ഇങ്ങോട്ട് പൊരിഞ്ഞ് വരുമ്പോൾ ബാസ്ക്കറ്റ് ഇളകി വരും. കണ്ടില്ലേ? ബാസ്ക്കറ്റ് ഇളകി വരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ബാസ്ക്കറ്റ് സ്റ്റീൽ ഗ്ലാസ് ഒന്ന് ചെരിച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് പൊരിച്ചെടുക്കാം. ഇതിങ്ങനെ ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ഗ്ലാസ്സിനകത്തേക്ക് ഓയിൽ കയറും. അപ്പോൾ അത് നമ്മൾ ഈ ബാസ്ക്കറ്റിനകത്തേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഉൾഭാഗം നന്നായിട്ട് വേവും. എന്നിട്ടത് നമുക്ക് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കണം.
ഇതേപോലെ ഞാൻ 6 എണ്ണം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫില്ല് ചെയ്യണം. നമുക്ക് ഫില്ലിംഗ് ഒന്ന് മിക്സ് ചെയ്യാനുണ്ട്. ഞാൻ കുറച്ച് കാബേജും ക്യാരറ്റും ഉള്ളിയും ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, പൊടിയായി അരിഞ്ഞെടുക്കണം. പിന്നെ ചിക്കൻ നമുക്ക് പുരട്ടി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് പൊരിച്ചെടുക്കണം. ഒന്ന് വേവാനുണ്ടല്ലോ, അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കുറേ സമയം ഇടയ്ക്ക് അത് പൊരിച്ചെടുക്കണം. നമ്മൾ പൊരിച്ച് വെച്ച ചിക്കനിൽ മയോണൈസ് ചേർത്ത് മിക്സ് ചെയ്യുന്നു. ഇതിൽ തഹീനയും കൂടി ചേർത്താൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിൽ തഹീന ഇല്ല, അതുകൊണ്ട് ഞാൻ മയോണൈസ് മാത്രമേ മിക്സ് ചെയ്യുന്നുള്ളൂ. പിന്നെ കാബേജും ക്യാരറ്റും ഉള്ളിയും ഇത് മൂന്നും ഒരുമിച്ച് ചേർത്ത് ഒന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് നമുക്ക് ഞാൻ ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. മയോണൈസ് വേണേൽ മയോണൈസ് തന്നെ ചേർക്കാം. ഇതിൽ ഒന്നും ചേർക്കുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. ഇത് വെജിറ്റബിൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഉപ്പ് ചേർക്കണം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഫ്രഷ് ക്രീമും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ മിക്സ് നമുക്ക് ഇടവിട്ട് ബാസ്ക്കറ്റിലേക്ക് ചേർക്കണം. ആദ്യമായിട്ട് നമുക്ക് വെജിറ്റബിൾ മിക്സ് ചേർക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ചിക്കൻ മിക്സും ചേർക്കാം. ഇതിൻ്റെ മേലെ ഒന്നുകൂടെ വെജിറ്റബിൾ മിക്സ് ചേർക്കാം. ഇതേപോലെ നമുക്ക് എല്ലാ ബാസ്ക്കറ്റിലും ഫില്ല് ചെയ്യാം. ഏറ്റവും മുകളിലായിട്ട് ഞാൻ കുറച്ച് ഫ്രഷ് ക്രീമും മയോണൈസും കൂടി മിക്സ് ചെയ്ത് ഓരോ സ്പൂൺ വീതം മുകളിൽ ഒഴിച്ച് വെക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഓരോ തക്കാളി കഷ്ണങ്ങൾ ഒരു ഭംഗിക്ക് വേണ്ടി വെക്കുന്നുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റിയാണ്. ഞാൻ നാളെ മറ്റൊരു റെസിപ്പിയുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ്.